നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ പോലെ അത്യാധുനിക ടെലിസ്കോപ്പുകളോ മൈക്രോസ്കോപ്പുകളോ ഉപഗ്രഹങ്ങളോ ബഹിരാകാശ പേടകങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്നൊരു കാലഘട്ടം. മനുഷ്യൻ ഭൂമി പരന്നതാണെന്നും സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണെന്നും രോഗങ്ങൾ വരുന്നത് ദുർഭൂതങ്ങളിൽ നിന്നാണെന്നുമൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു ഇരുണ്ട യുഗം. എന്നാൽ 7-ാം നൂറ്റാണ്ടിൽ മരുഭൂമിയുടെ വന്യതയിൽ വെച്ച് എഴുതപ്പെടാത്തൊരു ഗ്രന്ഥം പ്രഖ്യാപിച്ച ചില കാര്യങ്ങൾ 1400 വർഷങ്ങൾക്കിപ്പുറം ഇന്നത്തെ ആധുനിക ശാസ്ത്ര ലോകത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? പല ശാസ്ത്രജ്ഞന്മാരും വർഷങ്ങളുടെ ഗവേഷണങ്ങൾക്കൊടുവിൽ കോടികൾ വിലമതിക്കുന്ന അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ മാത്രം കണ്ടെത്തിയ പല ശാസ്ത്ര സത്യങ്ങളും യാതൊരു ലാബുകളോ ഉപകരണങ്ങളോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെ ഈ ഒരു പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി? ഇതൊരു മതപരമായ പ്രബോധനമല്ല, മറിച്ച് ശാസ്ത്രവും ചരിത്രവും പരസ്പരം കൂട്ടിമുട്ടുന്ന ചില അവിശ്വസനീയമായ അത്ഭുത സത്യങ്ങളുടെ അനിവാരണമാണ്. ശാസ്ത്രലോകത്തെ പോലും ചിന്താക്കുഴപ്പത്തിലാക്കിയ പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള 5 അതിശയകരമായ ശാസ്ത്രീയ വസ്തുക്കളിലേക്ക് നമുക്കൊന്ന് കടക്കാം. 1920-കളിൽ പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിൾ തൻ്റെ ഭീകരമായ ടെലസ്കോപ്പിലൂടെ ഒരു വലിയ സത്യം നിരീക്ഷിക്കുന്നതുവരെ ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് പ്രപഞ്ചം നിശ്ചലമാണെന്നാണ്. അനാദികാലം തൊട്ടേ പ്രപഞ്ചം ഇതുപോലെ തന്നെ നിൽക്കുന്നു എന്നായിരുന്നു ശാസ്ത്രജ്ഞന്മാരുടെ ധാരണ. എന്നാൽ ഹബിൾ ഒരു കാര്യം തെളിയിച്ചു: ഗാലക്സികൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ പ്രപഞ്ചം സെക്കൻഡുകൾ തോറും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ശാസ്ത്രലോകം മറ്റൊരു നിഗമനത്തിലെത്തി: വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ കാലത്തിലൂടെ പിന്നിലേക്ക് കൊണ്ടുപോയാൽ ഒരു ഘട്ടത്തിൽ ഇതെല്ലാം ഒരൊറ്റ കുഞ്ഞു ബിന്ദുവിൽ ഒരു അതിസാന്ദ്രമായ പീഠത്തിൽ ഒന്നിച്ചു ചേർന്നിരിക്കണം. തുടർന്ന് നടന്ന ഒരു വൻ സ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചമുണ്ടായതെന്ന്. ഇനി നമുക്ക് 1400 വർഷം പുറകോട്ട് സഞ്ചരിക്കാം. 7-ാം നൂറ്റാണ്ടിലെ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഖുർആൻ പ്രഖ്യാപിച്ച ഈ വാചകം ശ്രദ്ധിക്കൂ: ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നവയായിരുന്നുവെന്നും എന്നിട്ട് നാം അവയെ വേർപെടുത്തിയതും സത്യനിഷേധികൾ കണ്ടില്ലേ? ചിന്തിച്ചു നോക്കൂ, ഒട്ടിച്ചേർന്നു കിടക്കുന്നിരുന്ന ഒന്നിനെ വേർപെടുത്തി എന്നത് ആധുനിക ബിഗ് ബാങ് സിദ്ധാന്തമല്ലാതെ പിന്നെന്താണ്? അത്രമാത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ വികാസത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന മറ്റൊരു അധ്യായത്തിലാണ്: നാം പ്രപഞ്ചത്തെ വിപുലമായ കഴിവുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനുമാകുന്നു. അറബിയിലെ മൂസി ഊൻ എന്ന പദം കൃത്യമായി സൂചിപ്പിക്കുന്നത് തുടർച്ചയായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ക്വാണ്ടം ഫിസിക്സും ആസ്ട്രോഫിസിക്സും വളർന്ന 20-ാം നൂറ്റാണ്ടിൽ മാത്രം മനുഷ്യൻ മനസ്സിലാക്കിയ ഈ സത്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ ഇത്ര കൃത്യമായി വന്നത് ശാസ്ത്രലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ആദ്യത്തെ പോയിന്റാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരേ കടൽ 2 തരത്തിലുള്ള വെള്ളം കൂട്ടിമുട്ടുമ്പോൾ അവ തമ്മിൽ കലരാതെ ഒരു മതിൽ പോലെ വേർതിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? അറ്റ്ലാന്റിക് സമുദ്രവും മെഡിറ്ററേനിയൻ കടലും കൂട്ടിമുട്ടുന്ന ജിംബ്രാൾട്ടർ നീരിടുക്കിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കത് കാണാം. ഒരു വശത്ത് കടും നീല നിറത്തിലുള്ള ഉപ്പുരസം കൂടിയ വെള്ളം, മറുവശത്ത് തെളിഞ്ഞ കുറഞ്ഞ ഉപ്പുരസമുള്ള വെള്ളം. ഇവ രണ്ടും കൂട്ടിമുട്ടുന്നുണ്ട്, പക്ഷെ തമ്മിൽ കലരുന്നില്ല. ഒരു അദൃശ്യ മതിൽ അവയെ തടഞ്ഞു നിൽക്കുന്നു. ആധുനിക ഓഷ്യാനോഗ്രാഫി ഇതിന് കാരണം കണ്ടെത്തുന്നത് അടുത്ത കാലത്താണ്. ഇതിന് കാരണം ജലത്തിൻ്റെ സാന്ദ്രത അഥവാ ലവണാംശം, താപനില എന്നിവയിലുള്ള വ്യത്യാസമാണ്. ഈ വ്യത്യാസങ്ങൾ കാരണം 2 ജലസഞ്ചയങ്ങൾക്കുമിടയിൽ ഒരു സൾഫർ ടെൻഷൻ രൂപപ്പെടുകയും അവ തമ്മിൽ മിക്സ് ആവാതിരിക്കുകയും ചെയ്യുന്നു. ഇനി ഖുർആൻ പറയുന്നത് കേൾക്കൂ: അവൻ 2 കടലുകളെ പരസ്പരം സംഗമിക്കുന്ന വിധത്തിൽ ഒഴുക്കിവിട്ടു. അവയ്ക്കിടയിൽ ഒരു തടസ്സമുണ്ട്, അവ അതിരുകടന്ന് ഒന്നാവുകയില്ല. മറ്റൊരധ്യായത്തിൽ അത് കൂടുതൽ വ്യക്തമായി പറയുന്നു: ഒന്ന് നല്ല മധുരമുള്ള കുടിവെള്ളവും മറ്റൊന്ന് കടുത്ത ഉപ്പുവെള്ളവുമായ 2 തരം ജലാശയങ്ങളെ അയച്ചുവിട്ടവനും അവൻ തന്നെ. അവ രണ്ടിനുമിടയിൽ ഒരു തടസ്സവും മറിയും അവൻ ഏർപ്പെടുത്തി. കപ്പലുകളോ ഡൈവിംഗ് സാങ്കേതിക വിദ്യകളോ ഇല്ലാത്ത മരുഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യന് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലെ സാന്ദ്രത വ്യത്യാസത്തെക്കുറിച്ചും ഈ അദൃശ്യ മതിലിനെക്കുറിച്ചും എങ്ങനെ വിവരിക്കാൻ കഴിഞ്ഞു? സമുദ്രശാസ്ത്രജ്ഞന്മാരെ അമ്പരിപ്പിച്ച ചോദ്യങ്ങളിൽ ഒന്നാണിത്. പണ്ടുകാലത്തെ മനുഷ്യർ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നും ഭൂമിയുടെ അറ്റത്ത് ചെന്നാൽ താഴേക്ക് വീണു പോകുമെന്നുമായിരുന്നു. പിന്നീട് അരിസ്റ്റോട്ടലും കോപ്പർനിക്കസും ഗലീലിയോയുമൊക്കെയാണ് ഭൂമി ഗോളാകൃതിയിലാണെന്നും അത് സൂര്യനെ ചുറ്റുകയാണെന്നും തെളിയിച്ചത്. എന്നാൽ ഖുർആനിൽ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശാസ്ത്രലോകത്തെ അതിശയിപ്പിക്കുന്നതാണ്.
അതിനുശേഷം അവൻ ഭൂമിയെ പിരിപ്പിച്ചു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അറബി പദം ദാഹ എന്നാണ്. പുരാതന അറബി നിഘണ്ടു പരിശോധിച്ചാൽ ഈ വാക്കിൻ്റെ അടിസ്ഥാന പേര് ദുഹ്യ എന്നാണ്. ഇതിൻ്റെ അർത്ഥം ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്നാണ്. ഭൂമി കൃത്യമായി ഒരു പന്തിനെ പോലെ ഇരുണ്ടതല്ല, മറിച്ച് ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്ന് മധ്യഭാഗം തള്ളിയ ജിയോഗൾസ് ആകൃതിയിലാണ്. അതായത് കൃത്യമായി ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ അതേ ആകൃതി. ഭൂമി പരന്നതാണെന്ന് കരുതിയ കാലത്താണ് ഈ വാക്ക് ഖുർആൻ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സഞ്ചാരത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു. രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവനാണ് അവൻ. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന യസ്ബഹൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം നീന്തുക അഥവാ സ്വന്തം ചലനത്തോടെ മുന്നോട്ട് പോവുക എന്നാണ്. സൂര്യൻ ഒരിടത്ത് നിശ്ചലമായി നിൽക്കുകയല്ല, മറിച്ച് അത് മിൽക്കി വേ ഗാലക്സിയിലൂടെ കേന്ദ്രത്തെ ലക്ഷ്യമാക്കി സെക്കൻഡിൽ 220 കിലോമീറ്റർ വേഗതയിൽ സ്വന്തം ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആധുനിക ജ്യോതിശാസ്ത്രം കണ്ടെത്തുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. മനുഷ്യ നാഗരികതയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ലോകമേതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ഇരുമ്പ്. നമ്മൾ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ മുതൽ വാഹനങ്ങളും യന്ത്രങ്ങളും വരെ ഇരുമ്പില്ലാതെ ചിന്തിക്കാൻ പോലും ആകില്ല. എന്നാൽ ഈ ഇരുമ്പ് നമ്മൾ കരുതുന്നത് പോലെ ഭൂമിയിൽ തന്നെ രൂപപ്പെട്ടൊരു ലോകമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ ശാസ്ത്രലോകം കരുതിയിരുന്നത് മറ്റു പാറകളെയും ധാതുക്കളെയും പോലെ ഭൂമിക്കടിയിൽ സ്വാഭാവികമായി ഉണ്ടായ ഒന്നാണ് ഇരുമ്പ് എന്നായിരുന്നു. എന്നാൽ ആധുനിക ആസ്ട്രോഫിസിക്സ് വികസിച്ചതോടെ ശാസ്ത്രജ്ഞന്മാർ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു. ഒരു ഇരുമ്പിൻ്റെ ആറ്റം രൂപപ്പെടണമെങ്കിൽ ദശകോടി ഡിഗ്രി സെൽഷ്യസ് ചൂട് ആവശ്യമാണ്. നമ്മുടെ സൂര്യൻ്റെ ചൂടിനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് കൂടുതൽ ഊഷ്മാവ്. ഭൂമിയുടെ ഉള്ളിലെ ചൂടിനു എന്തിനേറെ പറയുന്നു, നമ്മുടെ സൂര്യന് പോലും ഇരുമ്പ് നിർമ്മിക്കാനുള്ള ശേഷിയില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ഇരുമ്പ് വന്നത്? നമ്മുടെ സൗരയൂഥത്തിനും വളരെ അകലെ ഭീമാകാരമായ നക്ഷത്രങ്ങൾ അവയുടെ ആയുസ്സുടിഞ്ഞ് ഒരു സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രമാണ് ഇരുമ്പ് രൂപപ്പെടുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബഹിരാകാശത്ത് നടന്ന ഇത്തരം വൻ സ്ഫോടനങ്ങളിൽ നിന്നും തെറിച്ചുപോയ ഉൾക്കൽക്കുകൾ വഴി ബഹിരാകാശത്തു നിന്നുമാണ് ഇരുമ്പ് ഭൂമിയിലേക്ക് വന്നത്. ഇനി നമുക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഖുർആനിലേക്ക് വരാം. ഖുർആനിലെ 57-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ ഹദീദ് അഥവാ ഇരുമ്പ് എന്നാണ്. ആ അധ്യായത്തിലെ 25-ാമത്തെ വചനം ശ്രദ്ധിക്കൂ. നാം ഇരുമ്പിനെ ഇറക്കി തന്നിരിക്കുന്നു, അതിൽ കഠിനമായ ശക്തിയും മനുഷ്യർക്ക് ഒട്ടേറെ ഉപകാരങ്ങളുമുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അൽസന്ന എന്ന അറബി വാക്കിൻ്റെ അർത്ഥം മുകളിൽ നിന്ന് താഴേക്കിറക്കുന്നതിന് എന്നാണ്. മഴ പെയ്യുന്നതിനും ആകാശത്തു നിന്ന് കാര്യങ്ങൾ അവതരിക്കുന്നതിനുമൊക്കെയാണ് ഈ വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഒരു വസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാക്കി അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് പകരം ബഹിരാകാശത്തു നിന്ന് താഴേക്കിറക്കുന്നതിന് എന്ന് കൃത്യമായി പ്രയോഗിച്ചിരിക്കുന്നത് വെറുമൊരു യാദൃശ്ചികതയാണ്. അക്കാലത്ത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ ബഹിരാകാശ സത്യം ഖുർആനിൽ രേഖപ്പെടുത്തിയത് ശാസ്ത്രലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ പ്രധാന കാര്യങ്ങളിലൊന്നാണ്. നമ്മുടെ അവസാനത്തെ പോയിന്റ് ആധുനിക സയൻസിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച 2 പ്രതിഭാസങ്ങളാണ്: ആഴക്കടലിലെ ഇരുട്ടും ഉയർന്ന അന്തരീക്ഷത്തിലെ ഓക്സിജൻ കുറവും. മനുഷ്യന് സാധാരണയായി കടലിൽ 20 അല്ലെങ്കിൽ 30 മീറ്റർ ആഴത്തിൽ വരെ ഉപകരണങ്ങളില്ലാതെ പോകാം. എന്നാൽ 200 മീറ്ററിന് താഴേക്ക് പോകുമ്പോൾ വെളിച്ചം പൂർണ്ണമായും മറയുന്നു. 1000 മീറ്ററിന് താഴേക്ക് പോയാൽ അവിടെ പൂർണ്ണമായ കട്ട പിടിച്ച ഇരുട്ടാണ്. പക്ഷേ ശാസ്ത്രം ഒരു കാര്യം കൂടി കണ്ടെത്തി: ആഴക്കടലിൽ നമ്മൾ കാണാത്ത അന്തർക്കടൽ തരംഗങ്ങളുണ്ട്. അതായത് കടലിൻ്റെ ഉപരിതലത്തിൽ മാത്രമല്ല അലകളുള്ളത്, ആഴക്കടലിലും ശക്തമായ തിരമാലകളുണ്ട്. ഖുർആൻ ആഴക്കടലിൻ്റെ ഇരുട്ടിനെ ഉപമിക്കുന്നത് നോക്കൂ. അഥവാ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ അതിനെ ഒരു തിരമാല മൂടുന്നു. അതിനു മീതെ മറ്റൊരു തിരമാല, അതിനു മീതെ മേഘം, അങ്ങനെ ഒന്നിനു മീതെ ഒന്നായി ഇരുട്ടുകൾ. അവന് തൻ്റെ കൈ പോലും പുറത്തു കാണാൻ കഴിയാത്തത്ര കട്ട പിടിച്ച ഇരുട്ട്. ചിന്തിച്ചു നോക്കൂ, ആഴക്കടലിൽ ഒന്നിലധികം തിരമാലകളുണ്ടെന്നും അവിടെ സ്വന്തം കൈ പോലും കാണാൻ കഴിയാത്തത്ര ഇരുട്ടാണെന്നും വിവരിക്കാൻ 7-ാം നൂറ്റാണ്ടിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഓളിടാൻ കഴിയുന്ന ഒരു സബ്മിറ്റുകൾ പോലും ലോകത്തന്നുണ്ടായിരുന്നില്ല. ഇനി മറ്റൊന്ന്, ഒരു മനുഷ്യൻ വായുമാർഗം വഴി ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അന്തരീക്ഷമർദ്ദം കുറയുകയും ഓക്സിജൻ്റെ അളവ് താഴുകയും ചെയ്യുന്നതുകൊണ്ട് നെഞ്ചിൽ വലിയ ഭാരവും ശ്വാസമുട്ടലും അനുഭവപ്പെടും. ശാസ്ത്രം ഇത് തെളിയിക്കുന്നതിന് മുമ്പ് ഖുർആൻ കുറിച്ചു വെച്ചു.
ആരെ വഴിപിഴപ്പിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നുവോ അവൻ്റെ നെഞ്ചിനെ ആകാശത്തേക്ക് കയറിപ്പോകുന്നവനെപ്പോലെ അവൻ ഇടുങ്ങിയതും ശ്വാസം മുട്ടുന്നതുമാകുന്നു. ആകാശത്തേക്ക് ഉയരുമ്പോൾ നെഞ്ചിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്ന പ്രകൃതി നിയമം ഇത്ര ലളിതമായി എങ്ങനെ ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ടു? പ്രപഞ്ചത്തിൻ്റെ ബിഗ് ബാങ് ഉത്ഭവം, അത്ഭുതകരമായ ഇരുമ്പിൻ്റെ വരവ്, കടലുകൾക്കിടയിലെ അദൃശ്യ തടസ്സങ്ങൾ, ഭൂമിയുടെയും സൂര്യൻ്റെയും ഭ്രമണപഥങ്ങൾ, ആഴക്കടലിലെ തിരമാലകളും ഇരുട്ടും, ഇവയെല്ലാം കേവലം യാദൃച്ഛികമായി ഒരു പുസ്തകത്തിൽ വന്നു ചേർന്നതാണെന്ന് പറയാൻ ശാസ്ത്രീയമായി സാധിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പ്രാകൃതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഈ വരികൾക്ക് പിന്നിലെ യഥാർത്ഥ ഉറവിടം എന്തായിരിക്കും? ഇത് വെറുമൊരു നിഗൂഢതയല്ല, മറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർക്ക് മുന്നിലെ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ അത്ഭുത സത്യങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച കാര്യം ഏതായിരുന്നു എന്ന് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തും. മറ്റൊരു അവിശ്വസനീയമായ വിഷയമായി നമ്മൾ വീണ്ടും വരും. അതുവരേക്കും നന്ദി.